സൂര്യ നമസ്കാരം ചെയ്യുന്നിടത്തോന്നാണോ അഴിഞ്ഞാട്ടോ അലവിലെത്തരോ കാണിക്കുന്നത്? അയ്യടാ ഇളിക്കുന്നോടി കോരം കത്തി നിന്റെ ആരടി അവൻ ആരാണെന്ന് നീ പറയണ്ട, അവനെ കൊണ്ട് എന്നെ പറയിപ്പിച്ചോളാം. മാറി മാറാനാ പറഞ്ഞത്? മാറാൻ പറഞ്ഞില്ല. ആണുങ്ങളില്ലാത്ത ഒറ്റക്കാരി താമസിച്ചിരിക്കുന്നത്, അതും പ്രായപൂർത്തിയായ പെണ്ണുള്ള വീട്ടില്. മര്യാദക്ക് അവനെ ഇവിടെ ഇറക്കി വിട്ടോണം. എന്ത് ചെയ്യുന്നോ ഞാൻ കാണിച്ചത്? അവര് പറഞ്ഞിട്ടാ ഞാനോട് താമസിപ്പിച്ചിരിക്കുന്നേ, അല്ലാതെ എന്റെ മനുഷ്യത്തിനല്ല. ചെല്ലടാ ചെല്ല്, ചെന്ന് അവരെ കൊണ്ടുവാ. എന്നിട്ട് നീ ഇറക്കിയേ എന്താന്ന് വെച്ചാ നീ ചെയ്. ഞാൻ കാണിച്ചു തരാം. താനും റാവുത്തരാ ജോണോ കൂടെയാണ് പട്ടണം അവിടെ താമസിപ്പിച്ചേക്കണേ. അതിനെന്താടാ, നിനക്ക് വേണ്ട കാശ് കൃത്യമായി തന്നോളൂ. വേണ്ട, അവന്റെ കാശും വേണ്ട, താമസവും വേണ്ട. മര്യാദക്ക് അവനോട് ഇറക്കി വിട്ടോണം. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ആ എരുമേലി അവനോട് കൊണ്ടുവന്നത്. എരുമേലിയോ? എങ്കിൽ അവനെ ഇന്ന് ഞാൻ തട്ടും. ഇന്റെ അമ്മോ നീ അല്ലാടാ അവനോട് കൊണ്ടുവന്നത്? പറയണം, ആര് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നത്? ആരും പറഞ്ഞിട്ടല്ല. നിങ്ങൾ മൂന്നാല് സമ്മതിച്ചിട്ടല്ലേ ഞാൻ ആ സ്വാമിയെ വീട്ടിൽ കെട്ടി താമസിപ്പിച്ചത്? ഇപ്പതേ നോക്കി ഉള്ള മദ്യപാനം എല്ലാം കുടിച്ചിട്ട് ഞങ്ങളെ കൊല്ലാൻ വരുന്നു. വട്ടപ്പള്ളി പോടാ പോടാ പോടാ. നീ ഇത് ഇടപെടരുത്. ഇതെന്റെ പെണ്ണിന്റെ പ്രശ്നമാ. നിന്റെ പെണ്ണോ? ആരുടെ നിന്റെ പെണ്ണ്? എന്റെ മോളെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അത് ചോദിക്കാൻ നീ ആരാടാ? പോടാ. ദേ നിങ്ങളൊക്കെ കേൾക്കണം, ആ സ്വാമി ഉണ്ടല്ലോ, അയാൾ എന്റെ മോളെ കെട്ടാൻ പോവാ. അതിനാ ഞാനിവിടെ താമസിപ്പിച്ചിരിക്കുന്നേ. അവളും അയാളും തമ്മിൽ പ്രേമോ? അയാളെ കൊണ്ട് തന്നെ ഞാൻ എന്റെ മോളെ കെട്ടിക്കോ. കെട്ടിക്കോടാ പട്ടി. കഥ വേറെ റൂട്ടിലേക്കല്ലോ പോണത് സ്വാമി. വല്ലോടത്തും വന്ന് ഏതോടത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലുന്നോ? റാവുത്തേ, ഞാൻ റാവുത്തോട് പറയാ, മര്യാദക്ക് അവിടെ ഇറക്കി വിട്ടോണം. ഇല്ലേ അവന്റെ അവളും ചവയി കോളി വീഴും. പോടാ, പോയി അങ്ങനെ ചെയ്തിട്ട് വാ. അന്ന് തന്നെ ആണാക്കി കൂട്ടാടാ. പോടാ, എല്ലാരും പോടാ. നോക്കിക്കാ പോകാൻ. പോടാ. മര്യാദക്കല്ലെങ്കിലും ഉണ്ടല്ലോ, രണ്ടിനെ ഞാൻ ചവിട്ടി പുറത്തെറിയും. പന്നികളെ നിക്കണവിടെ. എന്റെ വീട്ടിൽ നിന്ന് നീ അവനെ ചവിട്ടി പുറത്തിറക്കോ? എന്നവൻ ആരാണെന്നറിയോ? എന്റെ മോനാടാ, മൂസാനാടാ. അവനെ നീ ചവിട്ടാൻ ചെന്നിട്ട് കാലിയാ വെട്ടിയെറിയും. സ്വാമി, സ്വാമി, എന്ത് ഭ്രാന്തായി കാണിക്കണേ? എങ്ങോട്ടാ പോണേ? അവിടെ എന്ത് പണ്ടാണെങ്കിലും നടക്കട്ടെ. നമ്മൾ വന്നത് ഈ പണിക്കല്ലല്ലോ. ഞാൻ പറയണ ഒന്ന് കേക്ക്. ശൗമി,
നമ്മൾ ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല. താമസിച്ച ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. എത്രയും പെട്ടെന്ന് വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം.